അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അൽ മവാഹിബുൽ ജലിയയുടെ പ്രാർത്ഥന എന്ന ഭാഗത്തിൻ്റെ 4-ാം ഭാഗമാണെന്ന് അവതരിപ്പിക്കുന്നത്. അള്ളാഹു നമ്മളിൽ നിന്നും കബൂൽ ചെയ്യട്ടെ. തഴവ ഉസ്താദിന് സ്വർഗ്ഗത്തിൽ ഉന്നതമായ ദറജ കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആകാശഭൂമികൾ സകലതും അവനുള്ളതാ, അവനോട് തന്നവ മുഴുവനും തെണ്ടുന്നത, അവനുള്ള കഴിവിനതീതമായി യാതൊന്നും ഇല്ലെന്നുറച്ചോ സോദരാ നീയെന്നും. ആകാശഭൂമികൾ അതും അതിലുള്ളതൊക്കെയും റബ്ബിനുള്ളതാണ്. അവൻ്റെ നിയന്ത്രണത്തിലാണ് അതൊക്കെയും. അവനുള്ള കഴിവിനതീതമായി യാതൊന്നും തന്നെയില്ല. എല്ലാ കഴിവുകളും അള്ളാഹുവിനുള്ളതാണ്. അവൻ നമുക്ക് നൽകുന്ന കഴിവുകൾ അതൊക്കെയും നമ്മൾ ചിന്തിച്ചിടേണ്ടതുണ്ട്. ഇവയൊക്കെ നീ ചിന്തിച്ചിരുന്നാൽ സംശയം ഇല്ലാതെ ചോദ്യം ചെയ്തിടും അത് നിശ്ചയം. അള്ളാഹുവാണ് എനിക്കെല്ലാ കഴിവുകളും നൽകുന്നത് എന്ന് മനസ്സിലാക്കണം. അതില്ലാതെ പ്രവർത്തിച്ചാൽ നാളെ ഒരു ദിനം റബ്ബ് നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുന്നുള്ളൊരു ഓർമ്മ നമ്മൾക്കൊക്കെ ഉണ്ടായിരിക്കണം. 8-ാമതായി ആവർത്തനം വേണ്ടുന്നതാ, അത് ഇബ്നു മസ്ഊദ് റിവായത്തുള്ളതാ. ദുആ ചെയ്യുന്നത് റബ്ബിനോട് നമ്മളെപ്പോഴും ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കണം. എത്രമാത്രം ആവർത്തനത്തിനോടൊപ്പം ചോദിക്കുന്നുവോ അതത്രമാത്രം അള്ളാഹുവിന് ഇഷ്ടമാണ്. എൻ്റെ അടിമ എന്നോട് വളരെയധികം ഖേദിച്ചുകൊണ്ട് വിഷമിച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു, അപ്പോൾ ഞാൻ അവന് മറുപടി കൊടുക്കാം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുന്നു. അപ്പോൾ അള്ളാഹുവിനോടുള്ള ചോദ്യം നമ്മൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കണം. ആവർത്തനം സൃഷ്ടാവിനിഷ്ടം കൂട്ടുമേ, അത് സൃഷ്ടികൾ കേട്ടാലുടൻ അവരാട്ടുമേ. സൃഷ്ടാവിനോട് ആവർത്തിച്ച് ചോദിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ സൃഷ്ടികളോട് ചോദിച്ചാൽ അവർ നമ്മളെ ആട്ടും. വീണ്ടും എന്തിനാ ചോദിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ആട്ടി ഓടിച്ചു വിടും. അതാണ് സൃഷ്ടികളും സൃഷ്ടാവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. പ്രാർത്ഥിച്ചു മൂസ സോദരൻ ഹാറൂന, ആമീൻ പറഞ്ഞത് പിന്നെ 40 വർഷം കഴിഞ്ഞാണുത്തരം അതുപോലെ ചെയ്യുന്ന റബ്ബ നമ്മളിൽ വഴി പോലെ. ഹാറൂൻ നബി അലൈഹി ഇസ്ലാം ദുആ ചെയ്തു, മൂസാ നബി അലൈഹി ഇസ്ലാം ആമീൻ പറഞ്ഞു. പക്ഷെ ഉത്തരം കിട്ടിയത് 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ്. റബ്ബിനോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ അവൻ നമുക്ക് ഉത്തരം നൽകും. ചിലപ്പോൾ ഉടനടി നൽകും, അതല്ലെങ്കിൽ അതിന് താമസമായിട്ട് നൽകും. അങ്ങനെ എപ്പോഴാണ് അവൻ ഉത്തരം നൽകുന്നതെന്ന് നമ്മൾക്കറിയാൻ കഴിയില്ല. അപ്പോൾ ഒന്നുകിൽ ഉടനെ കിട്ടും, അതല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കിട്ടും, അതല്ലെങ്കിൽ പാരത്രിക ലോകത്ത് കിട്ടും. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കണം. റബ്ബിനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അതിന് മുടക്കം വരാൻ പാടില്ലാത്തതാണ്. ക്ഷണമുത്തരം കിട്ടാത്തതിൽ മുഷിയണ്ട, പടിവാതിൽ നിന്നിട്ട് നീ ഒഴിയണ്ട. ചോദിച്ചതിനുടനെ ഉത്തരം കിട്ടിയില്ലല്ലോ, ഇനി റബ്ബിനോട് ഞാനൊന്നും ചോദിക്കുന്നില്ല എന്ന രീതിയിൽ നീ ആയിപ്പോവരുത്. ചോദിച്ചുകൊണ്ടേയിരിക്കണം. അതിനുത്തരം അതിന് സമയമാകുമ്പോൾ അള്ളാഹു നൽകുന്നതാണ്. പിന്തിക്കുവാൻ ചില കാരണം കണ്ടേക്കാം, അതുമാത്രമല്ല ഖൈറതിൽ വന്നേക്കാം. അമലൊന്നുമില്ലാതുള്ള പ്രാർത്ഥനാവില്ല, വഹബെന്നവർ പറയുന്നു ഞാനതിനില്ല. എന്തെങ്കിലും നല്ല ഒരു കാര്യം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുക, ഏതെങ്കിലും ഒരു അമൽ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുക, അതാണ് അതിൻ്റെ ഖൈറ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു ചോദിച്ചു തിരുനബിയോട് സ്വല്ലല്ലാഹു, ചെയ്യും ദുആ ഞാൻ തങ്ങളെ റബ്ബോട്, ഇല്ലാത്തതെന്താണ് ജവാബെന്നോട്?
കടന്നു വന്നാൽ ഭക്ഷണം ഉദരത്തിലെ ഒരു പിടി മതി സഅദേ നിഷിദ്ധം എങ്കിലേ. ഒരു പിടി ഭക്ഷണം ഉദരത്തിൽ കടന്നു ഹറാമായത് എങ്കിൽ എന്തു ചെയ്യും? അതിന് ഉത്തരം നൽകുകയില്ല. ഹലാലായ ഭക്ഷണമായിരിക്കണം. 40 ദിനം അവനില്ല ഇതിനാലുത്തരം, അതുകൊണ്ടൊഴിച്ചോ ഭക്ഷണം നീത്തരം. ഹലാലായ ഭക്ഷണമല്ലാതെ ഹറാമായ ഭക്ഷണം കഴിച്ചാൽ 40 ദിവസത്തോളം നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല, കിട്ടുകയില്ല, ഇബാദത്ത് സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ ഈ വിഷയത്തിൽ വളരെ ജാഗരൂകരായിരിക്കണം, ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഹറാമായ ഭക്ഷണം നമ്മൾ കഴിക്കുന്നതിൽ നിന്നും നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മൾ സൂക്ഷിക്കണമെന്ന് ഇത്തരുണത്തിൽ ഓർക്കുന്നു. അനുവദനീയമായ മുതലുകളിൽ കൂടി മാത്രം സമ്പാദനം നടത്തുക. പിന്നീട് ഞാൻ തിന്നാലെന്ന് നോക്കും ഹലാലോ ഹറാമോ എന്ന്. സാധനവർ പറയുകയാണ്, ഞാൻ പിന്നീട് ഭക്ഷണം കഴിക്കുമ്പോൾ നോക്കും ഇത് അനുവദനീയമായതാണോ അല്ലേ എന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാറുള്ളൂ എന്ന്. അതിനാൽ സഅദ് ദുആയിരന്നാലെന്ന് ഉടനുത്തരം കിട്ടുന്ന പതിവും വന്ന്. അതിനുശേഷം എപ്പോൾ ദുആ ചെയ്താലും ദുആയ്ക്ക് ഉത്തരം കിട്ടുന്ന പതിവായിരുന്നു സഅദ് റളിയല്ലാഹു അൻഹു. അവരൊക്കെ സ്വഹാബികളാണ്. അവരൊക്കെ അനുവദനീയമായ ഭക്ഷണങ്ങൾ മാത്രമേ കഴിക്കൂ. ഹറാമായ മുതലിൽ നിന്ന് അവരും തന്നെ ഭക്ഷണം കഴിക്കുകയില്ല. ശ്രദ്ധിച്ചേണ്ടിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അനുവദനീയമായ ഭക്ഷണങ്ങൾ കഴിക്കുവാനും അള്ളാഹുവിൻ്റെ ഉത്തരം നമുക്ക് ലഭിക്കുവാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. രോഗമായി കിടക്കുന്നവർക്ക് അള്ളാഹു ശിഫ കൊടുക്കട്ടെ. മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തും കുടുംബസമേതം നമുക്ക് ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.